കുഞ്ഞിച്ചോ മീനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോളോ ലെവലിങ്ങിൻ്റെ ഫൈനൽ എപ്പിസോഡാണ്. അഥവാ ചാപ്റ്റേഴ്സ് അല്ല, 178ഉം 179ഉമാണ്. ചുരുക്കം പറഞ്ഞാൽ സോളോ ലെവലിങ്ങിന് 200 ചാപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ ബാക്കിയുള്ള 80 ചാപ്റ്റേഴ്സ് എന്നും പറയുന്നത് എപ്പിലോഗ്സ് ആണ്. അതായത് കുറച്ചധികം വാട്ട് ഇഫ് സിനോറിയോസ്, ബാക്കിയുള്ള കഥകൾ, അങ്ങനെ പല പല കാര്യങ്ങളാണ്. അത് നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ സീസൺ 5 എന്ന രീതിയിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വന്നൊരു ഡൗട്ട് ഉണ്ട്. അല്ലെങ്കിൽ ഒരു സീരീസ് അവസാനമാകാൻ നിർത്ത് ആരും തന്നെ അങ്ങനെ സപ്പോർട്ടൊക്കെ തരാറില്ലല്ലോ. സോ എന്തായാലും കഴിഞ്ഞ 2 വീഡിയോയ്ക്ക് നമുക്ക് റീച്ചും കുറവാണ്, ലൈക്സും കുറവാണ്. സോ ഈ വീഡിയോക്ക് നന്നായിട്ട് തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ഒരു വലിയൊരു പ്രകാശമാണ് കാണിക്കുന്നത്. പതുക്കെ പതുക്കെ ആ ഒരു പ്രകാശം ഇല്ലാണ്ടാകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഒരു അപ്പാർട്ട്മെൻ്റ് ആണ്. അവിടെ പറയുന്നുണ്ട്, ജിന പോയി നിന്റെ ബ്രദറിനെ വിളിച്ച്. അവളാട്ടെ വന്ന് നമ്മുടെ ജിനുവിനെ വിളിക്കുന്നുണ്ട്. ജിനായിട്ട് ഒരു കൊച്ചു കുട്ടിയെ മാറിയിട്ടുണ്ട്. ജിനു എഴുന്നേറ്റിരിക്കുമായിരുന്നു. അവനെയും കാണിക്കുന്നുണ്ട്. അവന് ഒരു ചെറിയൊരു കൊച്ചുകുട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. അവനവിടുന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയായിട്ട് അവിടെ നിന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് ജിന അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കളിക്കുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, ഗുഡ് മോർണിംഗ് ജിനു. ഈ ഒരു സമയത്താണ് നമ്മുടെ ജിനു ആ ഒരു കാഴ്ച കാണുന്നത്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഫാദർ. എന്താ ഫാദർ എന്നോ? നീ എന്നിപ്പോൾ ഫോർമലായിട്ട് വിളിക്കുവാണോ? പെട്ടെന്ന് ജിനു കരയാൻ തുടങ്ങും. അവർ ചോദിക്കുന്നുണ്ട്, ജിനു നിനക്ക് എന്നാ പറ്റി? ഏയ് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെറിയൊരു ദുസ്വപ്നം കണ്ടതാ. ശരിയാണ്, അതെല്ലാം ഒരു ദുസ്വപ്നമായിരുന്നു. ഇത്തവണ എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ അമ്മയുടെ ഫുൾ ഹെൽത്തിയാണ്. എൻ്റെ അനിയത്തി എൻ്റെ കൂടെയുണ്ട്. എന്തിനേറെ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞാൻ എല്ലാം തന്നെ റെഡിയാക്കും. ഈ ഫ്യൂച്ചർ ഞാൻ ഉറപ്പായിട്ടും ശരിയാക്കും. പക്ഷേ അതിനു മുമ്പ് കുറച്ചൊക്കെ എനിക്കൊന്ന് എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ജിനു പുള്ളിക്കാരൻ്റെ ആ ലൈഫ് ചെറുതായിട്ടൊന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. തൻ്റെ ഫ്രണ്ട്സായിട്ട് കറങ്ങി ഗെയിമൊക്കെ കളിച്ചും പുള്ളിക്കാരൻ അങ്ങനെ നടക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജിനുവിൻ്റെ അമ്മയാണ്. പുള്ളിക്കാരായിട്ട് ജിനുവിൻ്റെ റൂം ക്ലീൻ ആയിക്കൊണ്ടിരിക്കാൻ നിർത്താണ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. പുള്ളിക്കാരി അടുത്തേക്ക് പോകാൻ നിർത്ത് അതൊരു പേപ്പറായിരുന്നു. അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, അമ്മ എനിക്ക് ചെറിയൊരു പണിയുണ്ട്, ആ പണി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ തിരിച്ചു തന്നെയായിരിക്കും. പിന്നെ കാണിക്കുന്നത് ഒരു മോൺസ്റ്ററിൻ്റെ തലയാണ്. ആ തല നമ്മുടെ ബെറു ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുവാണ്. അതേപോലെ തന്നെ ബെലിയനായിട്ട് കുറേയധികം മോൺസ്റ്റേഴ്സിനെ ഡിഫീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഈ ഒരു സമയത്ത് ദൂരെയായിട്ട് നമുക്ക് 2 പേരെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അത് നമ്മുടെ ജിന്നു ആണെന്നും കൂടെ മനസ്സിലായത്. ജിന്നു പറയുന്നുണ്ട്, ഞാനിവിടെ വന്നതിന് ശേഷം ഓൾമോസ്റ്റ് എല്ലാ മൊണാർക്കായിട്ട് ഫൈറ്റ് ചെയ്ത് വിജയിച്ചിരിക്കുന്നു. കുറച്ച് സ്ട്രഗിൾ ചെയ്തെങ്കിലും എന്താ, ഞാനിപ്പോൾ മൊണാർക്ക് ഓഫ് ദി ട്രാൻസ്ഫിഗറേഷനുമായിട്ട് ബാറ്റിൽ ചെയ്ത് വിജയിച്ചിരിക്കുന്നു. ഓൾമോസ്റ്റ് 27 വർഷങ്ങൾ കടന്നു ഞാൻ ഈ ഡയമെൻഷൻ റിഫിലേക്ക് വന്നിട്ട്. അങ്ങനെ ഈ ഒരു വലിയ യുദ്ധം ഇവിടെ അവസാനിക്കാൻ പോകുവാണ്. ഇനി അവശേഷിക്കുന്നത് ഡ്രാഗൺ കിങ്ങും അവൻ്റെ ആർമി ഓഫ് ഡിസ്ട്രക്ഷനും മാത്രമാണ്. ഞാൻ 27 വർഷമായി ഇവിടേക്ക് വന്നിട്ട്, പക്ഷേ എർത്തിൽ അപേക്ഷിച്ച കാലത്ത് അവിടെ 2 വർഷം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. സോ 2 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ വീട്ടുകാരെ കാണാൻ പോകുവാണ്. സോ അവരിപ്പോൾ എന്ത് ചെയ്യുമായിരിക്കും? ജിനൊക്കെ പൊക്കം വെച്ച് കാണുമോ? അല്ല, ഈ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയായിരിക്കും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നത്? പെട്ടെന്നായിരുന്നു ബില്യൻ വന്നിട്ട് പറയുന്നത്, മൈലി നമ്മളിവിടെയുള്ള എനിമീസിനെ എല്ലാവരും തന്നെ കൊന്നു കഴിഞ്ഞിരിക്കുന്നു. സോ നീ എന്ത് പറയുന്നടാ, ഇത്തവണ നമ്മൾ എന്തായാലും തോൽക്കത്തില്ലല്ലേ? അങ്ങനെ ജിനു എറേസ് എന്ന് പറയുന്ന കമാൻഡ് പറയുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവിടെ മരിച്ചു കിടന്ന എല്ലാവരും അവൻ്റെ ഷാഡോ ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡ്രാഗൺ കിങ്ങിനാണ്. അവിടെ പറയുന്നുണ്ട്, സോ മൊണാർക്ക് ഓഫ് ദി ട്രാൻസ്ഫിഗറേഷനും മരിച്ചു കഴിഞ്ഞിരിക്കുന്നല്ലേ? അതേ മൈക്കിങ്, താങ്കൾ അവിടെ നിന്ന് ദൂരത്തേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ല, ഞാൻ ഓടി ഓടി മടുത്തു. ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്ത് ഷാഡോ മൊണാർക്കായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുവാണ്. ഞാൻ ശരിക്കും ഇംപ്രസ്ഡ് ആണ്. ഞാൻ ഒരിക്കലും ഓർത്തില്ല നീ കപ്പ് ഓഫ് റീഇൻകാർണേഷൻ യൂസ് ചെയ്യുമെന്ന്. ഞാൻ ഓർത്തത് നമ്മൾ 2 പേരും എറ്റേണൽ സ്ലംബറിൽ വെച്ച് കണ്ടുമുട്ടുമെന്നാണ്. പക്ഷേ ഇതേ നോക്കണേ, ജീവനോടെ 2 പേരും മുഖാമുഖം വന്ന് നിൽക്കാൻ പോകുന്നു. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പേര് ആൻഡ്രീസ് എന്നാണ്. നിൻ്റെ പേരെന്താണ്? ഷാഡോ മൊണാർക്ക് സങ് ജിൻവു. എന്തെങ്കിലും അവസാനമായി നിനക്ക് പറയാനുണ്ടോ? ഇല്ല. അടുത്ത സെക്കൻഡിൽ തന്നെ ജിൻവു നേരെ നമ്മുടെ ഡ്രാഗൺ കിങ്ങിൻ്റെ നേരെ പോയിട്ടുണ്ട്. അവനും തിരിച്ചു വന്ന് അവർ തമ്മിലുള്ള ബാറ്റിൽ വീണ്ടും അങ്ങനെ അവിടെ തുടങ്ങുവാണ്. എർത്തിൽ അങ്ങനെ 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ആ ഒരു സമയത്താണ് ഒരു സെർട്ടനായിട്ടുള്ള ഫോർച്യൂൺ ടെല്ലർ ആ ഒരു കാര്യം പറയുന്നത്. ആ ഒരു കാര്യം തന്നെ അമേരിക്കനെ പിടിച്ച് കുലുക്കുമായിരുന്നു. അത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, മരണത്തിൻ്റെ രാജാവ് ഉടനെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു കാര്യം എല്ലാവരും ഇഗ്നോർ ചെയ്തെങ്കിൽ കൂടിയും അത് പറഞ്ഞ ആള് ഇച്ചിരി പ്രശ്നമായതുകൊണ്ടാണ് എല്ലാവരും ഇതൊരു ഇഷ്യൂ ആക്കി എടുത്തത്. അത് മറ്റാരും അല്ലായിരുന്നു, നമ്മുടെ നോർമ സെല്ലറായിരുന്നു. അധികം വൈകാതെ തന്നെ മരണത്തിൻ്റെ രാജാവ് നമ്മളെ തേടി അവനെ കൊളോസൽ ആർമിയായിട്ട് ഭൂമിയിലേക്ക് വരുന്നതായിരിക്കും. മരണമായതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര ഓടി ഒളിച്ചിട്ടും ഒരു കാര്യവുമില്ല. ഓൾമോസ്റ്റ് 2 വർഷങ്ങൾക്ക് മുമ്പാണ് നോർമ സെല്ലർ അവളുടെ ഈ ഒരു പവർ റിഗെയിൻ ചെയ്തെടുത്തത്. അവൾ പല പല കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്തു. ഒരു കൊറിയൻ ഡയറക്ടറിൻ്റെ മരണം, ഒരു എയർപ്ലെയിൻ ഹൈജാക്കിംഗ്, ടെററിസ്റ്റ് അറ്റാക്ക്, പിന്നെ മാർക്കറ്റ് ക്രാഷ് ആകുന്നത്, ഇങ്ങനെ പലതും. ഇതെല്ലാം ആക്യുറേറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇവളുടെ ഈ പറച്ചിൽ വിശ്വസിച്ചിരിക്കുമായിരുന്നു. ഇവളീ പറഞ്ഞത് കേട്ട് എല്ലാവരും പേടിച്ചിരിക്കുമായിരുന്നു. അധികം വൈകാതെ തന്നെ കൊറിയയുടെ മുകളിൽ ഒരു വലിയൊരു ഗേറ്റ് പ്രത്യക്ഷപ്പെട്ടു. ഈ ഒരു കാര്യം എല്ലാ പത്രത്തിൻ്റെയും തലക്കെട്ടായിരുന്നു നോർമ സെല്ലർ പറഞ്ഞ ആ ഒരു വാക്കുമായിട്ട്.
പക്ഷേ അങ്ങനെ എല്ലാവരും നോക്കിയിരുന്ന് ആ ഒരു ഗേറ്റ് ഓപ്പണും ആയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആരും തന്നെ വന്നില്ല. അതെന്ത് പറ്റി? ആരും തന്നെ വന്നില്ലല്ലോ. പക്ഷേ ജിൻവു ഓൾറെഡി അതിൻ്റെ പുറത്തേക്ക് വന്നിരുന്നു. ജിൻവുവിനും കത്ത് ഒരാൾ കുറച്ചധികം പൂക്കളായിട്ട് നിൽപ്പുണ്ടായിരുന്നു. കൺഗ്രാജുലേഷൻസ് സങ് ജിൻഫു. അതോ ഞാൻ മൊണാർക്ക് ഓഫ് ദി ഷാഡോസ് എന്ന് വിളിക്കണോ? ഞാൻ എന്തായാലും നീ ഒരു കൊച്ചു കുട്ടിയായിട്ട് വരുമെന്ന് ഞാൻ ഒരിക്കലും തന്നെ പ്രതീക്ഷിച്ചില്ല. അല്ല, വലുതായി വന്നു കഴിഞ്ഞ് എല്ലാവരും എന്തിനാ പേടിപ്പിക്കണം എന്ന് ഓർത്തിട്ടാണ്. എന്തായാലും ഒരാളെങ്കിലും എന്നെ വെൽക്കം ചെയ്യാനുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. എനിക്ക് എന്തായാലും അത് വളരെ സന്തോഷമായി. എല്ലാ മോണാക്സിനെ കൊന്നിട്ടാണ് താങ്കളിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. താങ്കളുടെ ഓരോ ചുവടിനും മില്യൺസ് ഓഫ് സോൾജേഴ്സിൻ്റെ വെയിറ്റ് ഉള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ഒട്ടും നിസ്സാരമായ ഒരു കാര്യമേ അല്ല. നീ കൂടുതൽ കാര്യമൊന്നും പറയണ്ട. റൂളേഴ്സിനും ഞാനുമുള്ള ബിസിനസ് എന്താണ് അത് പറയാൻ നോക്ക്. റൂളേഴ്സിന് താങ്കളുടെ ഒരു മെസ്സേജ് പാസ് ചെയ്യാനുണ്ട്. പക്ഷേ കുറച്ച് നാളായില്ലേ, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ഒന്ന് സംസാരിച്ചോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു സ്ഥലം അറിയാം. പിന്നെ കാണിക്കുന്നത് ഒരു വലിയൊരു ഐസ്ക്രീം പെട്ടിയാണ്. സോ ഐസ്ക്രീം ഷോപ്പിലേക്ക് വരാനാണോ താങ്കൾ തീരുമാനിച്ചത്? പിന്നല്ലാതെ ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് വർഷങ്ങളോളം നിൽക്കാൻ നേരത്ത് ഈ സീഡ്സിനുള്ള ഒരു കാർവിങ്സ് നന്നായിട്ട് തന്നെ കൂടും. സോ എന്താണ് നിനക്ക് പറയാനുള്ളത്? റൂളേഴ്സിന് എന്താണ് എന്നോട് പറയാനുള്ളത്? സോ ആദ്യം തന്നെ അവർക്കൊരു നന്ദി പറയാനുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഫോർമാലിറ്റീസ് ഒക്കെ കട്ടിയിട്ട് കാര്യം പറ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതാണ് എനിക്കറിയേണ്ടത്. റൂളേഴ്സിന് താങ്കളുടെ പവറിനെ പറ്റി ചെറിയൊരു കൺസേൺ ഉണ്ട്. താങ്കളുടെ പവർ ഒട്ടും തന്നെ നിസ്സാരമല്ല. ആ ഒരു പവറിന് ഈ ഭൂമിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വളരെ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, ഈ ഭൂമിക്ക് താങ്ങുന്നതിലും അപ്പുറമാണ് താങ്കളുടെ പവർ. സോ അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യണം? ഈ ഭൂമിയിൽ മാന ഇപ്പം നിലവിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ താങ്കളുടെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഈ ഭൂമിക്ക് വളരെ വലിയ അപകടമാണ്. അതുകൊണ്ട് തന്നെ താങ്കളുടെ പവേഴ്സ് കൺസേൺ ചെയ്യാൻ പറ്റുന്ന ഒരു ലോകത്തിലേക്ക് താങ്കളെ മാറ്റിയാലോ എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതിന് പകരം എൻ്റെ പവേഴ്സൊക്കെ നിങ്ങൾ അങ്ങോട്ട് സീൽ ചെയ്താൽ പോരെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതവിടെ തീരുമല്ലോ. അതും നല്ലൊരു വഴി തന്നെയാണ്. പക്ഷേ എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ജിനുവിനെ നോക്കിയപ്പോഴാണ് ഞെട്ടിത്തെറിച്ച് പോയത്. ജിനു ചോദിക്കുന്നുണ്ട്, നീയൊക്കെ എന്താടാ എൻ്റെ പർപ്പസ് കഴിഞ്ഞപ്പോൾ എന്നെ ഇവിടുന്ന് കൊല്ലാൻ നോക്കുവാണോ, അതോ എന്നെ കൊണ്ട് കളയാൻ നോക്കുവാണോ? എൻ്റെ ഈ പവർ നീയൊക്കെ പേടിച്ചുകൊണ്ട് ഒരിക്കലും അങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ പെട്ടെന്ന് പേടിച്ച് വിറക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സാർ ഇതൊന്ന് കണ്ടു നോക്ക്. അല്ല, ഇതെന്താണ്? മരണത്തിൻ്റെ രാജാവ് ഉടനെ തന്നെ ഭൂമിയിലേക്ക് വരുമെന്നോ? അതെ, ഇത് മിസ്സസ് സെൽനർ പറഞ്ഞ ഒരു പ്രൊഫസിയാണ് താങ്കളെ പറ്റി, താങ്കൾ വരുന്ന കാര്യത്തെപ്പറ്റി. സോ സംഭവം വേറൊന്നുമല്ല, താങ്കൾ ഇവിടേക്ക് പോയപ്പോൾ ഇതിങ്ങനെയൊന്നും പറ്റില്ല. പക്ഷേ പോയതിനു ശേഷം ഇങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. സോ നീയൊക്കെ പറയുന്നത് ഞാൻ ഇവിടെ ഉള്ളത്രയും കാലം ഈ ഭൂമിയിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാകുമെന്നാണ്? അതെ. നിനക്ക് പോയിട്ട് പിന്നെ വരാൻ സാധിക്കുമോ? അപ്പം തന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഓൾമൈറ്റി മോണർക്ക് താങ്കൾ പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യാം. ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പർപ്പസ് ഉണ്ട്. എനിക്കും അതങ്ങനെ തന്നെയാണ്. ഒരു ഷാഡോ മൊണാർക്ക് എന്ന രീതിയിൽ ഈ ഭൂമിയിലേക്ക് വരാൻ നിന്ന എല്ലാ ഡിസാസ്റ്റേഴ്സും ഞാൻ തടഞ്ഞു. മൊണാക്സിനെയും ഞാൻ തടഞ്ഞു. എൻ്റെ ഡ്യൂട്ടി ഞാൻ ഫുൾഫിൽ ചെയ്തിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഞാനും എൻ്റെ പവേഴ്സും ഈ ഭൂമിക്ക് ഒരു അപകടമാണ്. ഒരു ന്യൂക്ലിയർ വേസ്റ്റ് പോലെ. ഞാനിവിടെ ഉള്ളത്രയും കാലം അത് മറ്റുള്ളവർക്ക് ദോഷമായി മാറുകയാണ്. സോ എൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ ശരിക്കും ആർക്കും വേണ്ടാത്ത ഒരാളായി മാറിയോ? പെട്ടെന്നായിരുന്നു ആ കടയുടെ പുറത്തുകൂടെ ഒരാൾ മുമ്പിലേക്ക് നടന്നു പോകുന്നത്. ജിനുവിന് എന്തൊരു ഫീൽ തോന്നി. പുള്ളിക്കാരൻ ഓടിച്ചെന്ന് ആ കടയുടെ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ദൂരത്ത് ഒരു പെൺകൊച്ചിനെ കാണാം. അവൾ നടന്നു പോകുന്നുണ്ടായിരുന്നു. അവൾ പറയുന്നുണ്ട്, ഐസ്ക്രീമിന് ഇത്ര നല്ല മണമുണ്ടായിരുന്നോ? ഈ ഭൂമിയിൽ തന്നെ നിൽക്കണമെന്നുള്ള ചോദ്യം എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട്. പക്ഷേ എനിക്ക് ഒരു റീസൺ പറയാൻ പറ്റും. കാര്യം, ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിവിടെയുണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിവിടെയുണ്ട്. ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരിവിടെയുണ്ട്. അതുമാത്രമല്ല, പലതും ഇവിടെ തന്നെയുണ്ട്. ഞാനിവിടെ ജീവിക്കാൻ അർഹതപ്പെട്ടവൻ തന്നെയാണ്. എനിക്ക് ഒരു റീസണുണ്ട്, അല്ല ഒന്നിലേറെ റീസണുണ്ട്. ഇനിയും ഞാനിവിടെ ജീവിക്കും, ഇവിടെ തന്നെ നിൽക്കും. എന്നിട്ട് ഇനിയും റീസൺ തേടിക്കൊണ്ടേയിരിക്കും. ഞാൻ ഇവിടെ നിന്ന് തന്നെ ജീവിക്കും. അങ്ങനെ നമ്മുടെ ജിനുവും ചായവും കൂടെ കണ്ടുമുട്ടിക്കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ചുരുക്കം പറഞ്ഞ സോളോ ലെവലിംഗ് ഇവിടെ അവസാനിക്കുന്നത്. ഇനി അങ്ങോട്ട് സോളോ ലെവലിംഗിന്റെ സീസൺ 5 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതെല്ലാം സൈഡ് സ്റ്റോറീസ് ആണ്. അതിനർത്ഥം ഇത് കഴിഞ്ഞിട്ടുള്ള, അതായത് ജിനുവോ ചായയും കൂടെ കണ്ടുമുട്ടിക്കഴിഞ്ഞ് ഇനി എന്ത് സംഭവിച്ചെന്ന് പറയുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, ജിനുവിന്റെ അച്ഛൻ്റെ ബാക്ക് സ്റ്റോറി, ഇഗ്രസിന്റെ ബാക്ക് സ്റ്റോറി, കുറച്ച് വാട്ട് ഇഫ് സിനോറിയോസ്, അതേപോലെ തന്നെ നമ്മുടെ ചായയുടെയും ജിനുവിൻ്റെ മകനായിട്ടുള്ള സൂഹോയുടെ കുറച്ചധികം കഥകൾ, അതായത് സോളോ ലെവലിംഗ് റാഗ്നറോക്കിൻ്റെ ചെറിയ കുറച്ച് കഥകൾ, അങ്ങനെ കുറേയധികം കാര്യങ്ങളായിരിക്കും ഈ 20 ചാപ്റ്റേഴ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതൊന്നും നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല. കാര്യം സോളോ ലെവലിംഗ് റാഗ്നറോക്കിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കുറേയധികം ഈവൻസ് ഇതിൻ്റെ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്.